ഹമീദ് സാറിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ നളിനിയാണോ? അതോ അന്വേഷണം വഴിതെറ്റിക്കാൻ കൊലയാളി ഒരുക്കിയ കെണിയോ? കൊലയാളി ഒരു വ്യക്തിയാണോ അതോ ഒരു സംഘമായിരിക്കുമോ? രമേശൻ്റെ ചിത്രം കണ്ടപ്പോൾ അന്വേഷണ സംഘം പോലും ഞെട്ടിയല്ലോ. കൊലയാളി എന്ന ക്രൈം നോവലിൻ്റെ 46-ാം ഭാഗം. നിങ്ങൾ പറയുന്ന SP ഹമീദ് ഈ അടുത്ത ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടല്ലോ. അത് നിങ്ങൾ തന്നെ ചെയ്തതാണെന്നാണോ പറയുന്നത്? നിങ്ങൾ പറയുന്നത് കേട്ടാൽ അങ്ങനെയാണല്ലോ തോന്നുക. ഞാനാണെന്നോ അല്ലെന്നോ ഇപ്പോൾ പറയുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ല. കേസ് അന്വേഷിക്കുന്നവർ സത്യം കണ്ടുപിടിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതൊക്കെ കേസ് അന്വേഷിക്കുന്ന പോലീസുകാർ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെന്നേ. അല്ലെങ്കിൽ പിന്നെ അവരെന്തിനാണ് അന്വേഷണം എന്നും പറഞ്ഞ് നടക്കുന്നത്? എനിക്ക് ഇപ്പോഴുള്ള ദൗത്യം ആ മനുഷ്യൻ്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുക എന്നതാണ്. ഞാനത് കൃത്യമായി ചെയ്തു. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് അവർ എഴുന്നേറ്റു. കൂടുതൽ എന്തൊക്കെയോ ചോദിക്കണമെന്ന് റിപ്പോർട്ടർമാർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവർ നിന്നതുപോലുമില്ല. മുന്നോട്ടാണ് നടന്നു വരുന്നതെങ്കിൽ ചോദിക്കാം എന്ന് കരുതിയിരുന്നു. പക്ഷേ അവർ പിന്നിലേക്കാണ് പോയത്. ആകാംക്ഷയോടെ വാർത്താ സമ്മേളനം കണ്ടുനിന്ന സംഘാംഗങ്ങളും അത് കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ നിന്നും തിരിച്ചു പോന്നു. കണ്ടുനിന്ന ബാക്കിയുള്ളവർ അവരവരുടെ മനോധർമ്മമനുസരിച്ച് അഭിപ്രായം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുകൂടി കേൾക്കണം എന്ന് അവർ 1-2 പേർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതൊരു പാഴ്വേലയാണെന്ന് ബാക്കിയുള്ള 2 പേർക്കും തോന്നിയതുകൊണ്ടാണ് അവർ തിരിച്ചു പോന്നത്. അവിടെ നിന്നാൽ തന്നെ കേട്ടുനിന്ന നാട്ടുകാരെല്ലാം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അടച്ച് ആക്ഷേപിക്കുന്നത് കേട്ടിട്ട് പോരാ. അല്ലെങ്കിൽ തന്നെ അവർക്കെല്ലാം നമ്മളോട് ലേശമെങ്കിലും എതിർപ്പല്ലേ ഉണ്ടാകുകയുള്ളൂ. വെറുതെ എന്തിനാണ് അത് കേൾക്കാൻ നിൽക്കുന്നത്? പറയാൻ പോകുന്നത് എന്തെന്നറിഞ്ഞുകൊണ്ട് നമ്മളൊരു കാര്യം കേൾക്കാൻ നിൽക്കരുത്. വാഹനത്തിൽ വന്ന് കയറിയപ്പോഴേക്കും തന്നെ ജോസ് മാത്യു എല്ലാവരോടുമായി ചോദിച്ചു. മനസ്സിലൊരു സംശയം തോന്നിയാൽ പിന്നെ ജോസിനത് പിടിച്ചു വച്ചുകൊണ്ടിരിക്കാൻ അധിക നേരമൊന്നും കഴിയില്ല. നമ്മൾ വാർത്താ സമ്മേളനത്തിൽ കണ്ട ആ സ്ത്രീ ആയിരിക്കുമോ ഹമീദ് സാറിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ? അങ്ങനെയും ആകാം എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റൂ. അവർ പറഞ്ഞ കഥകൾ ശരിയാണോ എന്നറിയുകയാണ് പ്രധാനമായും വേണ്ടത്. നമ്മുടെ അന്വേഷണം വഴിതെറ്റിക്കാൻ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്നും അറിയില്ലല്ലോ ജോസേ. അല്ലെങ്കിൽ ഇപ്പോൾ ആര് പറഞ്ഞിട്ടാണ് ഇവരിവിടെ വന്ന് ഈ കഥകളെല്ലാം വെളിപ്പെടുത്തിയത്? അതും സാറ് മരണപ്പെട്ടതിന് ശേഷം. അതിന് നമ്മുടെ അന്വേഷണം എത്രമാത്രം മുന്നേറി എന്നറിയാവുന്നവർ നമ്മുടെ കൂട്ടത്തിലുള്ളവർ മാത്രമല്ലേ ഉള്ളൂ. നമ്മളല്ലാതെ പിന്നെ അറിയാവുന്നവർ വളരെ കുറവല്ലേ. അതിൽ തന്നെ പ്രധാനമായും മോഹനൻ സാറിനല്ലേ കൃത്യമായി എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയുകയുള്ളൂ. സാറിൻ്റെ അടുത്ത് നിന്നും ആ കാര്യം ഒരു കാരണവശാലും ലീക്കാകില്ല. അന്വേഷണ പുരോഗതി കൃത്യമായിട്ടറിയില്ലെങ്കിലും ഏകദേശ രൂപമുള്ള പലരും ഉണ്ട്. അവരിൽ ആരിൽ നിന്നെങ്കിലും പുറത്തു പോയാലും മതിയല്ലോ. അവരെയും നമുക്ക് കാണേണ്ടി വരും. രമേശനും സുനിലും സുധാകരനും ഒക്കെ അവരിലേക്ക് അന്വേഷണം എത്താൻ സാധ്യതയുള്ളതായി ചിന്തിച്ചാൽ അത്ഭുതപ്പെടാനില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ അത് അവരിൽ നിന്ന് മാറി മറ്റാരിലേക്കെങ്കിലും എത്തട്ടെ എന്ന വിചാരത്തിൽ അവർക്ക് വേണമെങ്കിലും ചെയ്യാമല്ലോ. അന്വേഷണം വഴിതിരിഞ്ഞു പോവുകയും അവർക്ക് രക്ഷപ്പെടാനുള്ള സൗകര്യം ഉണ്ടാവുകയും ചെയ്താൽ അവർക്ക് നല്ലതല്ലേ. എന്തിനും ഏതിനും അവർ യഥാർത്ഥത്തിലുള്ള ആളുകൾ തന്നെയാണോ എന്നറിയണം.
അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്നും അന്വേഷിച്ചറിയുകയാണ് വേണ്ടത്. അതുവരെയും അതിനെപ്പറ്റി ഒന്നും കൃത്യമായി പറയാൻ കഴിയില്ല. അവർ ആരാണെന്നറിയാനും അവർ പറഞ്ഞ അഡ്രസ്സും വിവരങ്ങളും ശരിയാണോ എന്നറിയാനും നമുക്ക് ചാനലുകാരുമായി ബന്ധപ്പെട്ടാലും മതി. നളിനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. ചിലപ്പോൾ അവൾ പറഞ്ഞ അവളുടെ സഹോദരൻ നന്ദനായിരിക്കാം ഇതിൻ്റെ പിന്നിൽ. അയാളെയും സംശയിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണം. ആ സ്ത്രീയുടെ യഥാർത്ഥ പേര് നളിനി എന്ന് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ പോലും ഇപ്പോൾ നമുക്ക് കഴിയില്ല. പക്ഷേ വേണ്ട രീതിയിൽ അന്വേഷിച്ചാൽ അത് കണ്ടുപിടിക്കാവുന്നതേയുള്ളൂ. അവരുടെ സ്ഥലത്തിൻ്റെ പേര് കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. വെറുതെ ഒരു കഥയുണ്ടാക്കിയതാണോ എന്ന് പോലും പറയാൻ പറ്റില്ല. അവൾ പറഞ്ഞതിൽ ഒരു കാര്യം ശരിയാണ്. ഹമീദ് സാർ ASP ആയി ആദ്യം കൽപ്പറ്റയിലാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സുപ്രൻ നക്സൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതുമാണ്. അതിൽ കൂടുതലായി അവർ പറഞ്ഞതിൽ ഒരു കാര്യവും ശരിയാണെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. യാത്രക്കിടയിൽ തന്നെ ജീവൻ മോഹനൻ സാറിനെ വിളിച്ചു. ഈ പത്രസമ്മേളനത്തിൻ്റെ കാര്യവും പറഞ്ഞു. അപ്പോഴേക്കും സാറും വിവരം അറിഞ്ഞിരുന്നു. മോഹനൻ സാർ പത്രസമ്മേളനത്തിൻ്റെ കാര്യം നേരിട്ട് കേട്ടിട്ടില്ല, പറഞ്ഞു കേട്ടതേയുള്ളൂ. ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും ഡിപ്പാർട്ട്മെൻറ്റിനെ താറടിച്ച് കാണിക്കാനുള്ള ഏതോ തൽപര കക്ഷിയുടെ പദ്ധതിയാണെന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. എന്നാൽ പോലും സംശയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് മാത്രം അറിയാം. അത് അന്വേഷണത്തിൻ്റെ ലക്ഷ്യം തെറ്റിക്കാനുള്ള വഴിയായിരിക്കുമോ എന്നും സംശയിക്കണം എന്നാണ് മോഹനൻ സാറിൻ്റെയും അഭിപ്രായം. ഇനി എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് മോഹനൻ സാറിൻ്റെ അഭിപ്രായം അപ്പോൾ തന്നെ ജീവനോട് പറഞ്ഞു. എന്താണെങ്കിലും അങ്ങനെ ഒരു സ്ത്രീ അവിടെ ഉണ്ടോ എന്നും അവർ പറഞ്ഞ സംഭവങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നും നമുക്ക് കൽപ്പറ്റ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാം. അതിനുശേഷം ആ കാര്യത്തിന് പിന്നാലെ പോയാൽ മതി. ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം കേട്ടതായി പോലും ഭാവിക്കണ്ട, മറക്കുകയും വേണ്ട. സംശയിക്കുന്നവരുടെ ലിസ്റ്റിൽ എണ്ണം കൂടിക്കൂടി വരികയാണല്ലോ. ഇപ്പോൾ നളിനിയും നന്ദനും ഹമീദ് സാറിൻ്റെ കൊലപാതകത്തിന് കാരണക്കാരായവരിൽ സംശയത്തിൻ്റെ നിഴലിൽ ഉണ്ട്. ആ വഴിക്ക് ചിന്തിക്കുമ്പോഴും അവരെ കുഴക്കിയ മറ്റൊരു പ്രശ്നം, അവർക്ക് ഹമീദ് സാറുമായി എന്തെങ്കിലും തരത്തിലുള്ള വിരോധമുണ്ടെങ്കിൽ പോലും സമാനമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ട ബാക്കിയുള്ളവരുമായി അവർക്കെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ. മറ്റു തരത്തിലുള്ള എന്തെങ്കിലും നഷ്ടങ്ങൾ ഇവരെല്ലാവരും കാരണം അവർക്കുണ്ടായിട്ടുണ്ടോ എന്ന് വിശദമായ ഒരു അന്വേഷണം ആവശ്യമാണല്ലോ. എന്തിനും ഏതിനും ആ പേരിലുള്ള ഒരാൾ ആ നാട്ടിലുണ്ടോ എന്നും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടോ എന്നുമാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണങ്ങളിലേക്ക് കടക്കാം. ഇത്രയും കൊണ്ട് തൽക്കാലം നിർത്തുന്നതാണ് നല്ലത്. ആ തീരുമാനത്തിലാണ് അവർ അവിടെ നിന്നും പിരിഞ്ഞത്. രമേശൻ്റെ രേഖാചിത്രം വരയ്ക്കാനുള്ള നടപടികൾക്ക് അവർ തുടക്കം കുറിച്ചിരുന്നു. വരയൻ ദിനേശനെയും കൂട്ടി ശ്രീധരൻ്റെ അടുത്ത് പോയിട്ടാണ് വിവരങ്ങൾ ശേഖരിച്ചത്. വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ ചിത്രം വരച്ചു. എന്നിട്ട് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ പ്രായം കുറേശ്ശെ കൂട്ടിക്കൊണ്ടുവന്നു. ഇപ്പോൾ ഉള്ള പ്രായത്തോളം എത്തിച്ചപ്പോൾ യുവാവായ രമേശൻ്റെ ചിത്രം പൂർത്തിയായി കിട്ടി. ഇനി ഈ ചിത്രം സുധാകരനെയും മാത്യൂസിനെയും കാണിച്ചാൽ ഇയാൾ തന്നെയാണോ അവിടെ ചീട്ട് കളിക്കാൻ വന്നതെന്നും അറിയാൻ കഴിയും. അത്രയും കാര്യങ്ങൾ കൂടി അറിഞ്ഞാൽ പിന്നെ രമേശനിലേക്ക് നേരിട്ടെത്താനുള്ള താമസമേ ഉള്ളൂ. പക്ഷേ അത് രണ്ടും ഒരുപോലെ ആയിരിക്കണം.
അതിനു മുൻപ് തന്നെ ആ ചിത്രം ശ്രീധരനെ കാണിച്ചിട്ട് ഒരു സംശയം ചോദിച്ചു. ശ്രീധരൻ ഈ ചിത്രമൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാവുന്ന ആരെയെങ്കിലും പോലെ തോന്നുന്നുണ്ടോ? ശ്രീധരൻ സൂക്ഷിച്ചു നോക്കിയിട്ട് ഉടനെ തന്നെ പറഞ്ഞു, അയ്യോ, ഇത് കണ്ടാൽ ചാത്തൻപറമ്പിലെ ശങ്കരേട്ടനെ പോലെ തന്നെയുണ്ട്. നിങ്ങൾക്കെങ്ങനെ ശങ്കരേട്ടൻ്റെ പടം കിട്ടി? അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആരെങ്കിലും എടുത്തു വച്ചിരുന്നോ? അപ്പോൾ ആ പരീക്ഷണം വിജയമാണ്. ഇനിയിപ്പോൾ ഈ പടവുമായി മാത്യുവിനെയോ സുധാകരനെയോ സമീപിച്ചാൽ കാര്യത്തിന് തീരുമാനമാകും. അന്ന് തന്നെ സുധാകരനെ കാണാൻ കഴിയുമോ എന്ന് പരിശ്രമിക്കുകയായിരുന്നു അവർ. പ്രതീക്ഷിക്കാതെ അന്ന് തന്നെ സുധാകരനെ കാണാൻ കഴിഞ്ഞു. അയാളെയും വിളിച്ചുകൊണ്ട് ഒരു ഹോട്ടലിൽ കയറി ചായ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായി ആ ഫോട്ടോ അറിയാതെ വീഴും പോലെ മേശപ്പുറത്തേക്ക് വീണു. സുധാകരൻ അത് കാണുകയും ചെയ്തു. അയാളുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. അയാൾ ആ ചിത്രം നോക്കി എന്ന് മനസ്സിലായതുകൊണ്ട് മഹേന്ദ്രൻ ചോദിച്ചു, സുധാകരൻ ഈ ഫോട്ടോ കണ്ടല്ലോ അല്ലേ? ഈ ഫോട്ടോയിൽ ഉള്ളയാളിനെ അറിയുമോ? ഇല്ലല്ലോ സാർ. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിക്കേ. എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. സുധാകരൻ ആ ഫോട്ടോ പല കോണുകളിലും പിടിച്ചു നോക്കി. ആ സമയമത്രയും മഹേന്ദ്രൻ സുധാകരൻ്റെ മുഖത്തെ ഓരോ ഭാവമാറ്റങ്ങളും ശ്രദ്ധിക്കുകയായിരുന്നു. എനിക്കറിയാവുന്ന ആരുമല്ല. ഇനി ഓഫീസിലെങ്ങാനും വന്ന് കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ ഓർമ്മിക്കുന്നുമില്ല. അങ്ങനെ ധാരാളം ആളുകളെ കാണുന്നതാണല്ലോ. എല്ലാവരെയും ഒന്നും ഓർമ്മയിൽ കിട്ടില്ല സാർ. അപ്പോൾ ഇവരുടെ വീട്ടിൽ വരികയും ഹമീദ് സാറിൻ്റെ വീട്ടിൽ ചീട്ട് കളിക്കാൻ പോവുകയും ചെയ്ത രമേശൻ ഇതല്ല എന്ന് വരുമോ? സുധാകരൻ്റെ സംസാരത്തിൽ നിന്ന് അങ്ങനെയാണല്ലോ തോന്നുന്നത്. പിന്നെയും അന്വേഷണത്തിൻ്റെ വഴിയിലേക്ക് തടസ്സങ്ങളാണല്ലോ വരുന്നത്. സാധാരണമാണെങ്കിൽ പോലും തുരുതുര ഇങ്ങനെ തടസ്സങ്ങൾ വരുമ്പോൾ ആരുടെ മനസ്സും അല്പം ഒന്ന് പതറിപ്പോകില്ലേ? ഇവരുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കില്ലായിരിക്കും. കാരണം തിരിച്ചടികൾ ഇവർക്ക് പുതുമയല്ലല്ലോ. തടസ്സങ്ങൾ മറികടന്നു പോകുന്നതാണല്ലോ ഇവരുടെ രീതി. പുതിയതായി എന്ത് മാർഗമാണ് ഇനി സ്വീകരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരിക്കാം. സുധാകരൻ എന്താണ് ചിത്രം തിരിച്ചറിയാത്തത്? ഇനി അയാൾ കള്ളം പറയുകയാണോ? അടുത്ത ഭാഗത്തിൽ കൂടുതൽ തെളിവുകൾ പ്രതീക്ഷിക്കാം. നളിനിയെ വിശ്വസിക്കാൻ കഴിയുമോ? രമേശൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം പറയണേ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നതുവരെ പതിവ് പോലെ എല്ലാവർക്കും നല്ലത് സംഭവിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.